ഹായ് ഓൾ. അപ്പോൾ നമുക്കിന്നൊരു കേക്കിൻ്റെ ഡെക്കറേഷനും ഫില്ലിങ്ങും ഒക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇത് വന്നിട്ട് 1/2 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ. ഇത് 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെയ്തു കൊടുത്തൊരു കേക്കായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഒരു ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഉപയോഗിച്ചൊന്ന് വെറ്റ് ചെയ്തെടുത്തു. പിന്നീട് നമ്മൾ മിൽക്ക് മെയ്ഡാണ് ഒരു നൂൽ പരുവത്തിൽ എല്ലാ സൈഡിലും ആകത്തക്ക വിധത്തിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തു. അതിൻ്റെ പുറത്ത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് വെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ നൂൽ പരുവത്തിൽ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ക്രീം ആഡ് ചെയ്തു. അതിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്തു. ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നമ്മൾ വെറ്റ് ചെയ്തു. അതിൻ്റെ മുകളിലും നമ്മൾ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് ചെറുതായിട്ട് ഒരു നൂൽ പരുവത്തിൽ നമ്മൾ എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു 15 മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ക്രംസ് എല്ലാം ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നീട് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനൽ കോട്ടിംഗ് എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കേക്കിൻ്റെ സൈഡിലായിട്ട് ഒരു സ്ക്രാപ്പർ ഡിസൈനാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കേക്ക് ഫൈനൽ കോട്ടെല്ലാം ചെയ്തെടുത്തു. പിന്നീട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് കേക്കിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഡ്രിപ്പാക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ കേക്കിൻ്റെ മുകളിൽ 2 സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലൊരു എന്തെങ്കിലും ഒരു ടൂത്ത്പിക്കോ, ഇത് ഞാനിപ്പോൾ ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡാണ് എടുത്തിരിക്കുന്നത്, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്ത് ഒരു ഡിസൈനാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളൊരു ബോർഡർ ഡെക്കറേഷൻ കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് പേരെഴുതി കൊടുക്കാം.
അങ്ങനെ നമ്മൾ കേക്കിൽ പേരെഴുതി കൊടുത്തു. പിന്നീട് നമ്മൾ കേക്കിൻ്റെ ആ 2 സൈഡിലുമായിട്ട് നമ്മൾ ഡിസൈൻ കൊടുത്ത 2 സൈഡിൽ കുറച്ച് ഗോൾഡൻ ബീഡ്സ്, ചെറുതും വലുതുമായിട്ടുള്ള ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്